ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ തിരുഹൃദയ ഭക്തർക്ക് വിശിഷ്ടമായ അനേക അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അവിടുന്ന് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടാതെ ഈ ലോകത്തിൽ പുണ്യപ്പെട്ട ഒരു ജീവിതം നയിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഒരു ക്രിസ്ത്യാനിക്ക് സാധ്യമല്ല. ഈശോ മിശിഹ അവിടുത്തെ വത്സലദാസിയായ വിശുദ്ധ മർഗരീത്ത മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട് നൽകിയ 12 ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ഇപ്പോൾ മുതലെങ്കിലും കർത്താവിൻ്റെ തിരുഹൃദയത്തിനെ വേണ്ട വിധം സ്നേഹിച്ച് ആരാധിച്ച് ശരണപ്പെട്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ മിശിഹ തൻ്റെ തിരുഹൃദയ ഭക്തർക്ക് നൽകിയിരിക്കുന്ന 12 വാഗ്ദാനങ്ങൾ എൻ്റെ തിരുഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും. അവരുടെ കുടുംബങ്ങളിൽ ഞാൻ എൻ്റെ സമാധാനം നൽകും. അവരുടെ സങ്കടവേളകളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ജീവിതകാലത്തിലും പ്രത്യേകിച്ച് അവരുടെ മരണസമയത്തിനും ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും. അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ സമർത്ഥമായി അനുഗ്രഹങ്ങൾ വർഷിക്കും. പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തും. മന്ദതയുള്ള ആത്മാക്കൾ എൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയാൽ തീക്ഷ്ണതയുള്ളവരാകും. തീക്ഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗത്തിൽ പരിപൂർണതയുടെ പദവിയിൽ കയറും. എൻ്റെ ദിവ്യഹൃദയ സ്വരൂപം പരസ്യമായി പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന എല്ലാ ഭവനങ്ങളിലും എൻ്റെ ആശീർവാദമുണ്ടായിരിക്കും. കഠിന പാപികളെ മനസ്സ് തിരിക്കുന്നതിനുള്ള വരം തിരുഹൃദയ ഭക്തരായ വൈദികർക്ക് ഞാൻ നൽകും. എൻ്റെ ദിവ്യഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും. അതിൽ നിന്നും അവരുടെ നാമം ഒരിക്കലും മായ്ക്കുകയില്ല. 9 ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി ദിവ്യബലിയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിൻ്റെ വരം ഞാൻ നൽകും. എൻ്റെ അനുഗ്രഹം കൂടാതെയോ കൂദാശകൾ സ്വീകരിക്കാതെയോ അവർ മരിക്കുകയില്ല. അവരുടെ മരണത്തിൻ്റെ അവസാനത്തെ മണിക്കൂറിൽ എൻ്റെ ദിവ്യഹൃദയം അവർക്ക് നിശ്ചയമുള്ള സങ്കേതമാകുമെന്ന് എൻ്റെ സ്നേഹാധിക്യത്താൽ നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോ മിശിഹായുടെ ഈ അമൂല്യ വാഗ്ദാനങ്ങളെ വിശ്വസിക്കുകയും തിരുഹൃദയ ഭക്തി പാലിക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹവും പരസ്നേഹവും കത്തിജ്വലിക്കും. അതിനാൽ ഇപ്പോൾ മുതലെങ്കിലും ഈശോയുടെ ദിവ്യഹൃദയത്തിൽ ശരണപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കാം. അപ്പോൾ കർത്താവായ ഈശോയുടെ ഈ വാഗ്ദാനങ്ങളുടെ ഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല.